ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിനടുത്തുള്ള മച്ചേൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ്. അപ്പോൾ രാവിലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനും അമ്മയും മാമൻ്റെ മോളും നമ്മുടെ വീട്ടിനടുത്തുള്ള 2 ആൻറ്റിമാരുമായിട്ടാണ് പോയത്. നമ്മളിപ്പോൾ പൊങ്കാല ഇടുന്നത് ഈ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ തന്നെ ഒരു 10-60 പേരോളം പൊങ്കാല ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കല്ലൊക്കെ പറക്കി അടുക്കി വെച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തൊഴുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റോഡിൽ ഫുള്ളും ആളായിട്ടുണ്ട്. 2 സൈഡിലും എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ആറ്റുകാൽ പോലെ തന്നെ പൊങ്കാല മാത്രമല്ല, തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ദേവിയെ കണ്ട് തൊഴുതു. ഒരുപാട് ആളുണ്ടായിരുന്നു. നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രവും. ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ തൊഴുതതിന് ശേഷം നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ഒരുപാട് പേര് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കലങ്ങളിൽ പൊങ്കാല ഇടുന്നുണ്ട്. ചിലർ 100 കലങ്ങളിലൊക്കെ പൊങ്കാല ഇടാമെന്ന് നേർച്ച പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്ന ചെറിയ കലങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ്. അതിനുശേഷം അമ്മയും ആൻറ്റിമാരും കൂടി കലം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാനും മാമൻ്റെ മോളും 2-3 കമ്മലൊക്കെ നോക്കി. നമ്മൾ 2 കമ്മലൊക്കെ മേടിച്ചതിന് ശേഷം അവിടെ നിന്ന് പിന്നെ അവരൊക്കെ വന്ന് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പൊങ്കാല ഇടുന്ന അതേ സ്ഥലത്തേക്ക് പോയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊങ്കാല ഇടാനുള്ള സമയമായി. എല്ലാവരും തീ കത്തിച്ച് പൊങ്കാല ഇടാൻ തുടങ്ങി. എല്ലാ വർഷവും അമ്മയൊക്കെ പൊങ്കാല ഇടുന്നത് ഈ ഒരു വീട്ടിൽ തന്നെയാണ്. നമുക്ക് വെള്ളത്തിനായാലും അതുപോലെ തന്നെ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം പോയി ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ 4 പേര് മാത്രമേ പൊങ്കാല ഇട്ടിട്ടുള്ളായിരുന്നു. നമുക്ക് ഒരു വീട്ടിൽ നിന്ന് 2 പൊങ്കാല ഇടാൻ പാടില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മയാണ് പൊങ്കാല ഇട്ടത്. ഞാൻ കൂടെ തൊഴുവാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ വന്ന എല്ലാ ആൻറ്റിമാരും നല്ല സ്നേഹമാണ്. നമ്മളടുത്ത് മുന്നേ പരിചയമുള്ള പോലെയാണ് അവർ സംസാരിക്കുന്നതായാലും. നമുക്ക് വെള്ളമൊക്കെ തിരയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊങ്കാല മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചില ആൻറ്റിമാർ പൊങ്കാല വെന്തിറക്കിയതിന് ശേഷം അവർ തെരളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോഴേ മാവൊക്കെ കുഴച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ടാണ് അവരിരുന്നത്. നമുക്കിപ്പോൾ പൊങ്കാല മാത്രമേ ഉള്ളൂ. നമ്മൾ അമ്മയൊക്കെ നിന്നെടുത്ത് കുറച്ച് വെയിലായിരുന്നു. വന്ന സമയത്ത് അധികം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് പൊങ്കാല തുടങ്ങിയത്. ഇപ്പോൾ സമയം ഒരു 10-11 മണിയായി. അതുകൊണ്ട് ആ ഒരു സൈഡിൽ കുറച്ച് വെയിൽ കൂടി വന്നു. വെയിലായതുകൊണ്ട് തന്നെ ഞാനും ഒക്കെ മാറിയാണ് നിന്നത്. പിന്നെ നമുക്ക് രാവിലത്തെ കാപ്പി നമുക്ക് ആ വീട്ടിൽ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ആ വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവർക്ക് ആ വീട്ടിലുള്ളവർ കാപ്പി കൊടുക്കും. അല്ലാതെ തന്നെ പൊങ്കാല ഇടുന്നവർക്ക് അമ്പലത്തിൽ നിന്ന് കാപ്പിയുണ്ട്. പക്ഷെ നമുക്ക് അങ്ങ് പോവേണ്ടി വന്നില്ല. ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് പോറ്റിമാരൊക്കെ വന്ന് നമ്മുടെ പൊങ്കാലയൊക്കെ നിവേദിച്ച് തന്നു. അതിനുശേഷം നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ നമ്മുടെ പൊങ്കാലയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം വൈകുന്നേരത്ത് അമ്പലത്തിൽ കളങ്കാവിലുണ്ട്. രാവിലെ പൊങ്കാലയ്ക്ക് പോയപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു 6:30 ആകുമ്പോഴത്തേക്ക് കളങ്കാവിൽ തുടങ്ങുമെന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണുവേട്ടനും കൂടെ റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് അമ്മ മുമ്പേ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും വിഷ്ണുവേട്ടനും അനിയനും മാത്രമേ ഉള്ളൂ ഇനി പോവാൻ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കളങ്കാവിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളങ്കാവിൽ കാണുന്നത്. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് വിഷ്ണുവേട്ടൻ്റെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു. അവൾക്ക് താലപ്പൊലി ഉണ്ടായതുകൊണ്ട് അവൾ ഒരുങ്ങി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന് അവളുമായിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ താലപ്പൊലി എടുത്ത കുട്ടികളും ദേവിയും ചെണ്ടമേളക്കാരും എല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റില്ല. താലപ്പൊലി എടുത്ത ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഏറ്റവും നന്നായിട്ട് കളങ്കാവിൽ നടത്തുന്നത് ക്ഷേത്രത്തിനുള്ളിലാണ്. പക്ഷെ നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും പുറത്ത് നിന്നിട്ടാണ് കണ്ടത്. ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കളങ്കാവിലാണ്. അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും. അപ്പോൾ 9:30 ആയപ്പോഴത്തേക്ക് കളങ്കാവിൽ തീർന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും പൊടിച്ചു തുടങ്ങി. എല്ലാവരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.